രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ് ജെയിംസ് സാർ. അപ്പൊ എന്തായാലും പാകിസ്ഥാനിൽ അമേരിക്കയും ഇറാനും നേരിട്ട് കാണാതെ പരോക്ഷ ചർച്ച നടത്തുമെന്ന് പറയുന്നു. അബ്ബാസ് അരാഗ്ചി അവിടെ എത്തിയിട്ടുണ്ട്. താമസിയാതെ അമേരിക്കൻ പ്രതിനിധികളും എത്തുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഈ യുദ്ധവും സമാധാനവും എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുകയാണ്. എന്ത് സംഭവിക്കുക എന്ന് ഇപ്പോൾ പ്രതികരിക്കാനോ നമുക്ക് മുൻകൂട്ടി പറയാനോ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും ചെറിയ ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാനിൽ എത്തി എന്നുള്ളതാണ്. അത് പരോക്ഷമായി അമേരിക്കയുമായി ചർച്ചയുണ്ടാവുമെന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. എന്തായാലും അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. ഇറാനിലെ തീവ്ര നിലപാടുകാരായിട്ടുള്ള സൈന്യവും അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡും അവിടുത്തെ ഭരണ നേതൃത്വവും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാൻ ഭരണാധികാരികൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ട് ചർച്ച നടത്തും. ഇറാന്റെ ആവശ്യങ്ങൾ അമേരിക്കൻ പ്രതിനിധി സംഘത്തെ പാകിസ്ഥാൻ അറിയിക്കും. പാകിസ്ഥാൻ മധ്യസ്ഥരായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ തന്നെ ഒരുപാട് സംഭവവാസങ്ങൾ ഹോർമോസ് കടലിടുക്കിന് സമീപം നടക്കുന്നുണ്ട്. അവിടെ ഇറാന്റെ 34ാമത്തെ എണ്ണക്കപ്പൽ തടഞ്ഞു അമേരിക്ക എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇറാനും ചൈനയും ഒരു അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ എണ്ണ പോകുന്നത്. 80% എണ്ണ പോകുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്നതുകൊണ്ട് ചൈനയുടെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വാർത്തകളുണ്ട്. എന്തായാലും 40 ഷിപ്പിംഗ് കമ്പനികൾക്കും അവിടുത്തെ ചൈനയുടെ റിഫൈനറിക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ബെസന്റ് വെസ്കോട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഇറാന്റെ എണ്ണ പോകുന്ന 40 ഷിപ്പിംഗ് കമ്പനികളെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾ വന്നാൽ അത് തടയും. ഒപ്പം തന്നെ ചൈനയുടെ റിഫൈനറികൾക്ക് മേൽ ഇത് ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കൂടുതൽ മുറുക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല. ട്രംപ് വടിയായിട്ട് നിൽപ്പുണ്ട്. ട്രംപ് പറയുന്നത് ഏത് നിമിഷവും ഞങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമിക്കും എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മാറുന്നില്ല. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ഇല്ല എന്ന IRGC റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ പരമോന്നത നേതാവ് മൊയ്ത്തബ ഖമനായി ഈ ചർച്ച നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാൽമേൽ കൃത്രിമക്കാല് വയ്ക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ദുരൂഹമാണ് കാര്യങ്ങൾ. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.